അപ്പോൾ ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. സൂപ്പർ വീഡിയോ ആണ്. വെറൈറ്റി മീനുകളാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇത് മീൻ പിടിക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ പോവാണ്. അളിയൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട്, മനുവും കൊച്ചൂട്ടൻ ചേട്ടനുമാണ്. അളിയനും ഞാനും കൂടെയാണ് വന്നത്. ഇപ്പോൾ മനുവിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സ്പോട്ടുള്ളത്. ഇത് മൂവാറ്റുപുഴ ആറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇതാണ് സ്പോട്ട്. ഇത് മൂവാറ്റുപുഴ ആറാണ്. അപ്പോൾ ഇത് കാഞ്ഞിരപറ്റം വഴി നമ്മൾ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരണം. നമുക്ക് 8 കിലോമീറ്റർ യാത്ര ഉണ്ട് അവിടെ നിന്ന് എറണാകുളം. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇപ്പോൾ മീൻ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മനു തീറ്റയൊക്കെ ഉണ്ടാക്കുവാണ്. തീറ്റയെന്ന് പറഞ്ഞാൽ നമ്മുടെ പശുവിന് കൊടുക്കുന്ന തീറ്റ ഉണ്ടല്ലോ, തിരിയെന്ന് പറയും. അത്, ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് മൈദ, ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക രീതിയിൽ കുഴച്ചെടുക്കുകയാണ്. നല്ല കട്ടിക്ക് വെള്ളത്തിൽ അരിഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കണം. ഈ ചൂണ്ടയാണ് നമ്മൾ ആദ്യം പരീക്ഷിക്കുന്നത്. ഇത് മിഷൻ ചൂണ്ടയാണ്, അതിന് വേണ്ടി ഉള്ള തീറ്റയാണിത്. ഇതിലെ 8 ചൂണ്ട ഇങ്ങനെ തിരിഞ്ഞു വരും. അപ്പോൾ ആദ്യം അതാണെന്ന് സ്പോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ അടുത്ത കാസ്റ്റ് ചെയ്യുള്ളൂ. ഇത് വെയിറ്റിങ്ങിലായിരിക്കും. അപ്പോൾ ആദ്യം നമുക്കിത് കാസ്റ്റ് ചെയ്യാം. മനു അത് ചെയ്യാൻ പോവുകയാണ്. ഇത് ഏകദേശം പുഴയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് പോയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് വെയിറ്റിങ്ങിലായിരിക്കും. വലിയ മീൻ അടിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അടുത്തത് അത് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നാടൻ ചൂണ്ടയിലുള്ള പരീക്ഷണങ്ങൾ തുടങ്ങാം. അതായത് നാടൻ ചൂണ്ടയാണ് നമ്മുടെ സാധാ ചൂണ്ട. അളിയൻ ചൂണ്ട കെട്ടുവാണ്. അതിലുണ്ടായിരുന്ന ചൂണ്ട മാറ്റി പുതിയത് കെട്ടുവാണ്. മനു ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുകയാണ്. എല്ലാ പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. മനു ഇതിൻ്റെ ഒരു കമ്പനി ശേഖരം തന്നെയുണ്ട്. അവർ വർക്കില്ലാത്ത ദിവസം എല്ലാം മീൻ പിടിപ്പാണ് അവർ ജോലി. ആദ്യത്തെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ മീൻ മനുവിനാണ് അടിച്ചിരിക്കുന്നത്. അതാ കണ്ടില്ലേ. നമുക്ക് ആദ്യം കിട്ടിയിരുന്നൊരു കരിമീനാണ്. ഒരു മീഡിയം കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ വലുതൊക്കെ അവർ പിടിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തതിൻ്റെ അന്ന് ഇതായിപ്പോൾ ആദ്യം കിട്ടിയത് ഇതാണ്, ഈ ടൈപ്പാണ്. അപ്പോൾ ഇതിലിട്ട തീറ്റയാണ്, ഉണ്ടാക്കിയ തീറ്റയെ നേരത്തെ പറഞ്ഞില്ല. ആ തീറ്റ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് മീൻ അടിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആദ്യത്തെ മീനെ കിട്ടി സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കരിമീനെ കിട്ടി. എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഇനി മീനെ കിട്ടി എനിക്ക് പ്രാന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് അവിടെ ഒരു ബഹളമായിരുന്നു. ചെറുതായാലും നമുക്കൊരു വിഷയമല്ല. അപ്പോൾ വീണ്ടും അവർ തുടരുവാണ്. നമ്മൾ ആദ്യം വച്ചിരിക്കുന്ന മിഷൻ ചൂണ്ടയിൽ വേറെ അനക്കമൊന്നും വന്നിട്ടില്ല. ഇനി വെള്ളം ഒരുപാട് കയറുന്ന സമയത്ത് ഇനിയും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് അളിയന് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അജിത്തളിയന് മീൻ അടിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ പുഴയിലുണ്ടാകുന്ന ഒരു സൈസ് കറുപ്പെന്നാണ് പറയുന്നത്. ഇതത്തെ ഡേഞ്ചർ മീനാണ്. ഇതിൻ്റെ മുള്ളിന് ഭയങ്കര കട്ടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതങ്ങനെ ഇങ്ങനെ കിട്ടുന്നതല്ല. ഇപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സ്പൈഡർ ചൂണ്ട എടുത്തിട്ടുണ്ട്. ഇതിന് 2 സൈഡിലും ചൂണ്ട കൊരുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ മറ്റേൻ്റെ തീറ്റ നമ്മൾ മെഷീനിൽ വെച്ചത് തീറ്റ തിന്ന് കഴിഞ്ഞായിരുന്നു. അത് ചെറു മീനുകൾ തിന്ന് തീർക്കും. അപ്പോൾ അടുത്ത് നമ്മൾ സ്പൈഡർ ചൂണ്ട പരീക്ഷിക്കാൻ പോവാണ്. പിന്നെ 2 സൈഡിലും ചൂണ്ടയുണ്ട്. അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ. വെയിൽ വലുതായിട്ടില്ല. അവർ ചൂണ്ട ഇടാനായിട്ട് ഫുള്ള് കാടൊക്കെ വെട്ടി സെറ്റാക്കി ഇട്ടേക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ 1-2 പേർക്ക് നിന്ന് ചൂണ്ട ഇടാൻ പറ്റും. നമ്മൾ 4 പേരുണ്ടായിരുന്നു. അവർ നല്ല പ്രൊഫഷണലായതുകൊണ്ട് അവർ 2 പേരും ഇട്ടത്. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല മീനുകൾ അത്യാവശ്യം അന്ന് കിട്ടിയായിരുന്നു. നമുക്ക് ഒരുപാട് സമയം കിട്ടിയില്ല. നമ്മൾ ഒരുപാട് താമസിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഒരുപാട് ഇരുട്ടി ടൈമിൽ നമ്മളവിടെ നിന്നില്ല. അപ്പോൾ അവരടുത്ത ചൂണ്ട നോക്കിയാണ് ആരൊക്കെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് അളിയനാണ് കിട്ടിയത്. അളിയന് വീണ്ടും അടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. ഇതാ കയറി വരികയാണ്. ഈ മീൻ ഉടക്കിയ ഹൂക്കായതിനു ശേഷം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വലിച്ചിങ്ങെടുത്താൽ മീൻ പോകും തിരിച്ച് ചൂണ്ട വിട്ട്. അടുത്തൊരു കരിമീനാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അളിയനാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് 2 കരിമീനും ഒരു കായൽക്കറുപ്പോ കടൽക്കറുപ്പോ എന്താണെന്ന് പറയും, അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഒരുപാട് സമയം വൈകി. ഇതാ കണ്ടില്ലേ, ഇത് 3 നമുക്ക് കിട്ടിയത്. ഇത് വലയിലാക്കി ഇന്ന് പോവാം. നാളെ നമുക്ക് വരാം. ഇന്നത്തെ മീൻ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇത്ര സമയം കൊണ്ട് ഇത്രയും മീൻ കിട്ടി. നല്ലൊരു സ്പോട്ടായിരുന്നു. നമ്മൾ പോണതിന് മുന്നേ ആയിട്ട് ഈ അവധി ദിവസമായതുകൊണ്ട് ആൾക്കാർ മറ്റേ ബോട്ടില്ല, അതിൽ പോവുകയാണ്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട്.
അവർ പാട്ടൊക്കെ പാടി പോവുകയാണ്. നമുക്ക് കൈയൊക്കെ കാണിച്ചായിരുന്നു നമ്മൾ മീൻ പിടിക്കുന്നത് കണ്ടായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസം വന്ന് ഫസ്റ്റ് നമുക്ക് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മീൻ ഇട്ട സമയത്ത് തന്നെയാണ് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അത് ഏതോ വലിയ മീനെന്നാണ് തോന്നുന്നത്. ആ മീനെ നമുക്ക് കരയ്ക്കേറ്റ ഒരുപാട് സമയം എടുത്തായിരുന്നു. അത് നമ്മൾ വലിച്ചിങ്ങ് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് വീണ്ടും അത് പോവും. അപ്പോൾ അത് കണക്കായി വിട്ടു കൊടുക്കണം. പിന്നെ തിരിച്ച് അത് പിടിച്ച് അങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അതിനെ കരയിലൊക്കെ കയറ്റാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നല്ല പണിപ്പെട്ടാണ് മനു കയറ്റിയത്. മനുവിനാണ് അത് കിട്ടിയത് കേട്ടോ. സൂപ്പർ മീനായിരുന്നു അത്. ഇത് മീൻ പുല്ലനായിരുന്നു. പുല്ലൻ മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് മുള്ളാണ്, പക്ഷേ മുള്ളില്ലാത്ത ടൈപ്പും ഉണ്ട്. ഇതിപ്പം മുള്ളാണെന്നുള്ള കഴിക്കാൻ മുള്ളുള്ള ഒരു മീനാണ്. വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വറുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനാണ്. സൂപ്പർ മീനാണ്. അത്യാവശ്യം വലിപ്പമുള്ള, ഒരുപാട് വലുത് കിട്ടുന്നതാണ് അവർക്ക്. ഇത്രയും വലിപ്പം ഉണ്ടണ്ട. നമുക്ക് വന്ന ഉടനെ ഒന്ന് കിട്ടിയത് രണ്ടാമത്തെ ദിവസം നമ്മൾ വന്ന ഉടനെ കിട്ടിയ മീനാണ്. പുല്ലനാണ് അടിച്ചിരിക്കുന്നത്. ഇതൊരു 1/2 കിലോയ്ക്ക് അടുപ്പിച്ച മീനാണ്. 1/2 കിലോയ്ക്ക് പുറത്തുണ്ട്. നല്ല വെയിറ്റുള്ള മീനായിരുന്നു. മനുവിനാണ് അടിച്ചിരിക്കുന്നത്. മനുവാണ് നിൽക്കുന്നത്. അടിയും തൊട്ട് മുന്നേ നിൽപ്പുണ്ട്. ഇത്രയും മീനാണ് നമ്മൾ 2 ദിവസമായിട്ട് പിടിച്ചത്. നമ്മൾ അന്ന് രണ്ടാമത്തെ ദിവസം പിടിച്ചതും എല്ലാം കൂടി ചേർത്ത് ഇത്രയും മീനുണ്ട്. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ മീൻ വേട്ട അവസാനിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പോട്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് നല്ല വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ കാണുക, അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ കൂടെ ഉണ്ടാവണം. ഇതുപോലെ വെറൈറ്റി വീഡിയോകൾ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.